അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. പ്രിയ ശ്രോതാക്കളെ, രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ ജഅൽ അമലി കുല്ലഹു സ്വാലിഹ വജഅൽഹു ലിവജ്ഹിക ഖാലിസ വലാ തജ്അൽ ലി അഹദിൻ ഫീഹി ഷൈഅ എന്ന്. അള്ളാഹുവെ, എൻ്റെ എല്ലാ കർമ്മങ്ങളും സ്വാലിഹാക്കണേ, അത് നിൻ്റെ വജ്ഹുദ്ദേശിച്ച് മാത്രമുള്ളതാക്കണേ, അതിൽ മറ്റാർക്കും ഒരു വിഹിതവും ഉണ്ടാക്കരുതേ എന്ന്. ഈ പ്രാർത്ഥനയെക്കുറിച്ച് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് കാണാം. ഹാദാ ദുആഉൻ അളീമുൻ യംബഗി അൻ യുഹ്ഫള. കാത്തു സൂക്ഷിക്കപ്പെടേണ്ട മഹത്തായ ഒരു പ്രാർത്ഥനയാണ് ഇത് എന്ന്. 3 കാര്യങ്ങളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിനോട് ഈ പ്രാർത്ഥനയിലൂടെ തേടുന്നത്. 1, ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം സ്വാലിഹാകണം എന്നതാണ്. അല്ലാഹുമ്മ ജഅൽ അമലി കുല്ലഹു സ്വാലിഹ. ഒരു കർമ്മം സ്വാലിഹാവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കർമ്മങ്ങൾ, ഇബാദത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാൻ അനിവാര്യമായും നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിലടങ്ങുക എന്നതാണ്. അതാണ് അൽ ഈമാൻ വൽ ഇഖ്ലാസ് വൽ മുതാബഅ. ശരിയായ വിശ്വാസവും ആ വിശ്വാസത്തിലൂന്നിയ കർമ്മങ്ങൾ അള്ളാഹുവിന് വേണ്ടി മാത്രം നിർവഹിക്കലും, ആ കർമ്മങ്ങളിലും വിശ്വാസങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യലുമാണത്. പ്രാർത്ഥനയിലൂടെ തേടിയ രണ്ടാമത്തെ കാര്യം വജ്അൽഹു ലിവജ്ഹിക ഖാലിസ. അതാണ് ഇഖ്ലാസ്. അള്ളാഹുവിന് മാത്രം നമ്മുടെ കർമ്മങ്ങൾ ആഗ്രഹിക്കുക, ആ കർമ്മങ്ങളിൽ റബ്ബിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിക്കുക. ഏത് കർമ്മത്തിലും അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രമാണ് നാം ലക്ഷ്യമാക്കേണ്ടത്. ആദ്യത്തേതും രണ്ടാമത്തേതും വിശദീകരിക്കുന്നതാണ് മൂന്നാമത് പറഞ്ഞ കാര്യം, വലാ തജ്അൽ ലി അഹദിൻ ഫീഹി ഷൈഅ. എൻ്റെ കർമ്മങ്ങളിൽ മറ്റാർക്കും ഒരു പങ്കും ഉണ്ടാക്കല്ലേ എന്ന്. നാം ചെയ്യുന്ന കർമ്മങ്ങളിൽ പല കാരണങ്ങളാൽ മറ്റുള്ളവർ കടന്നുവരും. അതിൽപ്പെട്ടതാണ് റിയാ, ലോകമാന്യം, മറ്റുള്ളവർ കാണട്ടെ അറിയട്ടെ എന്ന ചിന്ത. അതുപോലെ ദിക്ർ, സുംഅത്ത്, മറ്റുള്ളവർ തന്നെക്കുറിച്ച് നല്ലത് പറയട്ടെ, മറ്റുള്ളവരിൽ തനിക്ക് പ്രശസ്തി ലഭിക്കട്ടെ എന്നത്. ഇതുപോലെ തന്നെ മറ്റുള്ളവരെക്കുറിച്ച് അപവാദം പറയൽ, മറ്റുള്ളവരെ ഉപദ്രവിക്കൽ, അവരുടെ ധനം കവരൽ, ചീത്ത വിളിക്കൽ തുടങ്ങിയ തിന്മകൾ വന്നാൽ നമ്മുടെ സൽക്കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് നൽകപ്പെടുകയും അവരുടെ തിന്മകൾ നമ്മുടെ മേൽ ചാർത്തപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ പരലോകത്ത് വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഹദീസുകളിൽ കാണും. അതുകൊണ്ട് നാം നിർവഹിക്കുന്ന ഏത് കർമ്മവും അതിൻ്റെ ഫലം നമുക്ക് തന്നെ അനുഭവിക്കാൻ കഴിയണം. അതിന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥനയിലൂടെ തേടിയ 3 കാര്യങ്ങളും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1, ഏതൊരു കർമ്മവും അള്ളാഹു തൃപ്തിപ്പെടുന്ന സ്വാലിഹായ കർമ്മമാകുക. അതേപോലെ ആ കർമ്മം അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ച് നിർവഹിക്കുന്നതാവുക. ആ കർമ്മങ്ങളിൽ മറ്റൊരാളും ഒരു നിലക്കും കടന്നു വരാത്ത, മറ്റുള്ളവർക്ക് ഒരു പങ്കും അതിൽ വരാത്ത അവസ്ഥയുണ്ടാക്കുക എന്നതാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥന നാം പഠിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ജഅൽ അമലി കുല്ലഹു സ്വാലിഹ വജഅൽഹു ലിവജ്ഹിക ഖാലിസ വലാ തജ്അൽ ലി അഹദിൻ ഫീഹി ഷൈഅ. റബ്ബ് സൽക്കർമ്മങ്ങൾ കൂടുതൽ നിർവഹിച്ച് റബ്ബിൻ്റെ തൃപ്തി നേടി ജീവിക്കുന്നവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.